ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാർ കട്ടിങ് നൈറ്റിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈറ്റിയുടെ ഫ്രണ്ട് പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്കും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു യു ഷേപ്പ് നെക്കാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത്ത് ഞാനൊരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലാക്കറ്റ് പോലെ നമ്മൾ വെക്കുന്നുണ്ട്. അതിനായിട്ട് ആ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ലൈനെന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ചിലാണോ ആ ഒരു പ്ലാക്കറ്റ് വേണ്ടത് അതിൻ്റെ ലെങ്ത്ത് നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വയ്ക്കുക. അതാവുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 7.5 ഇഞ്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് പ്ലാക്കറ്റ് തയ്ക്കാനായിട്ട് ഒരു 15 ഇഞ്ച് തുണി, ഇരട്ടി തുണി വേണം. 7.5യുടെ ഇരട്ടി, അതായത് 15 ഇഞ്ച് പ്ലസ് ഒരു 3 ഇഞ്ച് എക്സ്ട്രായും കൂടെ വേണം. അപ്പോൾ ഒരു 18 ഇഞ്ചിൽ ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ലൈനിൻ്റെ നിങ്ങൾക്കിപ്പോൾ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ചൊക്കെ വേണമെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 18 ഇഞ്ച് ലെങ്ത്തിൽ ഞാനവിടെ തുണി ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 സൈഡിലും ഒരു 4 ഇഞ്ച് വെച്ചിട്ട് പോവും. അപ്പോൾ ഒരു 3.5 ഇഞ്ചാവും. അപ്പോൾ ഞാനിതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. അതൊന്ന് മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ എൻഡ് ഭാഗം കണ്ടോ, ആ ഭാഗത്ത് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ വയ്ക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു പോയിൻ്റ് കണ്ടോ, അത് സെൻറ്ററിൽ വരത്തക്കവണ്ണം വയ്ക്കുക കേട്ടോ. നമ്മളിപ്പോൾ അടിച്ച ഒരു മടക്ക് കണ്ടില്ലേ, ആ മടക്ക് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. ഈ ഒരു പീസിൻ്റെ എന്തായാലും നമുക്ക് കറക്റ്റ് 2 സൈഡിലേക്കും ഒരേപോലെ വരികയുള്ളൂ. ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ചിങ് ലൈൻ ആ ഒരു പീസിൽ കാണാനായിട്ട് സാധിക്കും. അത് ഏകദേശം ഒരു സെൻറ്ററിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആ ലൈൻ വരച്ചേക്കണതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു താഴ്ഭാഗം വരുമ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിലാട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചേച്ചാൽ മതി. ആ കോൺ ഷേപ്പ് കിട്ടാനായിട്ട് ആദ്യം സെൻറ്റർ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി വയ്ക്കുക. കണ്ടോ, മുകളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അരികോട് ചേർത്ത് അടിച്ചെടുക്കുക. ഇപ്പം നമ്മളിത് അടിച്ച് മുകളിൽ വരെ വന്നു, ആ നെക്കിൻ്റെ അവിടം വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് തുണി തിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. അപ്പോൾ ചുളിവുകളൊന്നും വരാതെ നോക്കുക. എന്നിട്ട് നേരെ താഴേക്ക് അടിച്ച് വരിക. നമ്മളെവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് അടിച്ച് വരിക. അപ്പോൾ അവിടെ ഒരു കോൺ ഷേപ്പ് പോലെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഒരു കോൺ ഷേപ്പ് പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് മറ്റേ പീസും കൂടെ ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ എക്സ്ട്രാ പീസ് എടുത്ത് 3 സൈഡും മടക്കി അടിച്ചിട്ട് വെക്കണേക്കാളും നല്ലത് ഇതുപോലെ വെക്കുന്നതാണ്. എളുപ്പത്തിന് നമുക്ക് പണി കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം മുകളിൽ വരെ അടിച്ചെടുക്കുക. നമുക്കിതിൻ്റെ സെൻറ്ററിൽ പോട്ട്ലി ബട്ടണോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അത് ലാസ്റ്റാണ്, നമ്മൾ ലാസ്റ്റത്തെ സ്റ്റിച്ച് കൊടുക്കില്ല, അന്നേരമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ വരെ വന്നിട്ടുണ്ട്. വീണ്ടും നെക്കിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ പീസ് എടുത്തതിന് ശേഷം ഒന്ന് കോണോട് കോൺ മടക്കി കഴിയുമ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിലുള്ള ഒരു
ഇത് കിട്ടും, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് കിട്ടും. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് വെക്കാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒന്നും അല്ലെങ്കിൽ നമുക്കൊരു ബട്ടൺസ് പോലെ സെൻറ്ററിൽ ഒരു 3 ബട്ടൺസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 3 ട്രയാങ്കിൾ ഷേപ്പുള്ള പീസുകൾ 3 എണ്ണം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.